വെൽക്കം ടു മൈ ചാനൽ കെ വ്യൂസ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന് പുറത്തിറങ്ങിയ മോഹൻലാലിൻ്റെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ് എമ്പുരാൻ എന്ന സിനിമ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മുരളി ഗോപി തിരക്കഥ എഴുതിയ ഈ സിനിമ മോഹൻലാൽ എന്ന നടൻ്റെ ഒരു വൻ ബഡ്ജറ്റിലുള്ള ഒരു സിനിമ തന്നെയാണ്. പക്ഷേ ആ സിനിമയ്ക്കുള്ളിലെ ചില രംഗങ്ങൾ അല്ലെങ്കിൽ ആ സിനിമ സൂചിപ്പിക്കുന്ന ചില കഥകൾ തീർച്ചയായിട്ടും ചരിത്രത്തെ വളച്ചൊടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വിവാദങ്ങൾ ഉയരുകയുണ്ടായി. അങ്ങനെ കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുവയ്ക്കുന്നത്. ഈ സിനിമയെപ്പറ്റി തന്നെ ചില പ്രമുഖരായ ചിലർ പറയുന്ന അഭിപ്രായങ്ങളെപ്പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ചന്ദ്രശേഖർ പറയുന്ന ഒരു ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ പറയുന്നത്, സിനിമയെ സിനിമയായി തന്നെ കാണണം, പക്ഷേ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഏതൊരു സിനിമയും പരാജയപ്പെടാനുള്ളതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് സിനിമ എന്ന് പറയുന്നത് നമുക്ക് സിനിമയായിട്ട് തന്നെ കാണാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യമായിരിക്കണം. കാര്യം ചരിത്രത്തിൽ സംഭവിച്ച യഥാർത്ഥ കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഒരിക്കലും ഒരു സിനിമയാക്കാൻ പാടില്ല. കാര്യം സിനിമയൊക്കെ തന്നെയാണ്, പക്ഷേ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തായാലും സത്യത്തെ വളച്ചൊടിക്കുന്ന കാര്യം നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതായത് ഗോദ്ര എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വ്യക്തമാക്കാതെയാണ് വെറും രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ട് ഈ സിനിമ പുറത്തിറങ്ങിയത്. അതായത് ആ കലാപം നടക്കാനുണ്ടായ കാര്യം എന്താണ്, അതായത് ഗോദ്രയിലുണ്ടായ കാര്യം എന്താണ് എന്ന് വിവരിക്കാതെയാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് തന്നെ. അതായത് സബർമതി എക്സ്പ്രസ്സിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കളെ ചുട്ടരിച്ച ഈ സംഭവം എന്താണെന്ന് വിവരിക്കാതെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നത് തന്നെ. അപ്പോൾ എമ്പുരാൻ സിനിമയിലെ നിർമ്മാതാക്കളും പ്രവർത്തകരും തന്നെ എല്ലാവരും ചേർന്നിട്ട് 17ഓളം ഭേദഗതികൾ വരുത്തി സെൻസർഷിപ്പിന് വീണ്ടും പോകുകയാണ് എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് തന്നെ. അതായത് ഈ സിനിമയിലെ അണിയറ പ്രവർത്തകർക്ക് ബോധ്യമായി ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഇതുവരെ കാര്യങ്ങൾ പറഞ്ഞതെന്ന്. അതുപോലെ തന്നെ RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ പറയുന്ന ഒരു കാര്യം തന്നെ ഉണ്ട്. അതായത് ഗോദ്രാനന്തര കലാപത്തിൽ ഉണ്ടായ വിഷയങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയത്തെ ആണ് കൂടുതൽ ഊന്നി പറയുന്നത് എന്നുള്ളതാണ്. അതായത് ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയത്തെ കൂടുതൽ ഊന്നി പറഞ്ഞുകൊണ്ട് ഒരു വെറുപ്പുണ്ടാക്കുക എന്നുള്ള ഒരു അജണ്ടയോട് കൂടിയാണ് സിനിമ പുറത്തിറങ്ങിയത് തന്നെ എന്നാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതായത് വെറുതെ ഉണ്ടായ കലാപമല്ല, അല്ലെങ്കിൽ വെറുതെ ആ ഒരു ട്രെയിൻ കത്തിയതുമല്ല. ആ ട്രെയിൻ ചെയിൻ വലിച്ചു നിർത്തി അതിൽ കല്ലെറിഞ്ഞ് അതിൽ പെട്രോളുകൾ എറിഞ്ഞ് തീ വെച്ച് അയോധ്യയിൽ പോയിട്ട് വന്ന കർഷകരെ ചുട്ടുകരിച്ച ഒരു സംഭവമാണെന്ന് നമുക്ക് എല്ലാവർക്കും റിപ്പോർട്ടുകൾ വായിച്ചുള്ള അറിവുകൾ ഉണ്ട്. അപ്പോൾ ഈ സിനിമയിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണെന്നും, അതായത് അത് ഇപ്പം മോഹൻലാലിനെ പോലെ ഒരു മഹാനടൻ അല്ലെങ്കിൽ മോഹൻലാലിനെ പോലെ ഒരു നടൻ ഇതൊക്കെ ചിലപ്പം വായിച്ചിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ സിനിമയുടെ എന്താണ് പറയുന്നത് തിരക്കഥകൾ അധികം വായിക്കാറില്ല. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം മറ്റു കാര്യങ്ങളൊന്നും നോക്കാറില്ല എന്നാണ് സംവിധായകൻ മേജർ രവി സൂചിപ്പിക്കുന്ന കാര്യം. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു കാണില്ല ഇതെങ്ങനെയാണ് കഥയുടെ ഫ്രെയിംവർക്ക് പോകുന്നതെന്ന്. ചിലപ്പം അതായിരിക്കാം സംഭവം. അതാണ് ഗോദ്ര. പക്ഷെ പലരും ഇപ്പോൾ ഗോദ്ര പറയാതെയാണ് ആ രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ട് ചരിത്രത്തെ വളച്ചൊടിച്ചു കൊണ്ടിരിക്കുന്നത്. 2002 ഫെബ്രുവരി 26 അമാൻ ഗസ്റ്റ് ഹൗസ്. അമാൻ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഭാദിയ സിഗ്നലിൽ വച്ചാണ് ഗോദ്ര സ്റ്റേഷൻ വിട്ട സബർമതി എക്സ്പ്രസ് ചെയിൻ വലിച്ചു നിർത്തിയത്. അൻവർ കലന്തർ എന്ന് പറയുന്നൊരാൾ ഈ തീവണ്ടിയിൽ പ്ലാറ്റ്ഫോമിൽ നിന്നും കയറിയിട്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഭാദിയയിലെ എ ക്യാബിൻ ഉണ്ടല്ലോ, റെയിൽവേ എ ക്യാബിൻ എത്തിയപ്പോൾ ഭാദിയ സിഗ്നലിൻ്റെ അവിടെ വെച്ച് ട്രെയിൻ വലിച്ചു നിർത്തി. ആ ഭാദിയയിലെ ഒരു ഹോട്ടൽ നടത്തിപ്പുകാരനായ റസാബ് കുർക്കർ, ഇയാൾക്ക് വധശിക്ഷ കിട്ടി കേട്ടോ. ഈ റസാഖ് കുർക്കറിൻ്റെ അമാൻ ഗസ്റ്റ് ഹൗസ് തലേന്ന് രാത്രി 11:30 ഒരു മീറ്റിംഗ് ആയിരുന്നു. അങ്ങനെയാണ് ആ ഗൂഢാലോചന ആരംഭിക്കുന്നത്. അങ്ങനെ ആ മീറ്റിങ്ങിൽ ദിയോബന്ദി മുസ്ലിം വിഭാഗത്തിൻ്റെ ഈ കേസിലെ പ്രതികൾ മുഴുവൻ ഗഞ്ചി മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകളാണ്. ദിയോബന്ദി മുസ്ലിം സമുദായത്തിൻ്റെ നേതാവായ മൗലാന സുബർ ഉമർജി,
അദ്ദേഹം വിളിച്ചു വരുത്തിയ യോഗത്തിൽ എന്തെല്ലാം തീരുമാനിച്ചുവെന്ന് ജോബിർ ബിന്യാമിൻ ബെഹ്റെ എന്ന് പറയുന്ന ഒരാൾ മൊഴി കൊടുത്തിരുന്നു. ഈ ട്രെയിനിലേക്ക് അൻവർ കലന്തർ എന്ന് പറയുന്ന ഒരാൾ കടന്നുകൂടുകയും അയാൾ കൃത്യം ഭാദിയ സിഗ്നലിലെത്തിയപ്പോൾ ട്രെയിൻ ചങ്ങല വലിച്ച് നിർത്തുകയും ചെയ്തു. അതിനുശേഷം സംഭവിച്ചത് പോലീസിൻ്റെ മൊഴി പകർപ്പിലുണ്ട്. 500-ലേറെ വരുന്ന ആൾക്കാർ നിരന്തരം ട്രെയിന് നേരെ കല്ലെറിഞ്ഞു. പട്ടേൽ എന്ന് പറയുന്ന ഒരാളുടെ മൊഴിയുണ്ട്. അയാൾ ബാത്റൂമിലായിരുന്നു. പടപടാന്ന് കല്ല് വീഴുന്ന ഒച്ച കേട്ട് അയാൾ എന്ത് സംഭവിച്ചു എന്നറിയാൻ പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ കല്ലുകൊണ്ട് ഒരു സ്ത്രീയുടെ നെറ്റിയിൽ നിന്ന് ചോര പൊടിയുന്നതാണ് കണ്ടത്. അയാൾ കയ്യിലിരുന്ന് തൂവാല കൊണ്ട് രക്തം പൊത്തിയ നേരം കണ്ടത് ട്രെയിനിലേക്ക് തുരുതുരാ പെട്രോൾ എറിയുന്നത്. അങ്ങനെ ആളിക്കത്തുന്ന തീയാണ് അദ്ദേഹം കണ്ടത്. പ്രതികൾ മൊഴി കൊടുത്തത് 6 പേർ അകത്ത് കടന്നുകൂടുകയും അകത്ത് കയറി വാതിലുകൾ തുറന്നു വച്ച് ഓരോരുത്തരും 20 ലിറ്റർ ക്യാനുകൾ കരുതി വച്ചിരുന്നുവെന്നും അതിനകത്ത് പെട്രോൾ ആയിരുന്നുവെന്നും അത് ക്യാബിന് ഒഴിച്ച് കത്തിച്ചു എന്നും പറയുന്നു. അതിനുശേഷം വാതിലുകൾ പുറത്തുനിന്ന് അടച്ചു. അങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഗോദ്ര. അങ്ങനെ 11ഓളം വരുന്ന ആൾക്കാർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഗോദ്ര കേസിലെ കർസേവകരെ കൊന്നവരുടെ വധശിക്ഷ. സിനിമയിലെ പ്രധാന വില്ലനായ ബാബ ബജരംഗിയാണ് പ്രധാന ചർച്ചയാകുന്നത്. 2002 ഗുജറാത്ത് കലാപത്തിൻ്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന ബാബു ബജരംഗി, ബാബുഭായ് പട്ടേൽ എന്നറിയപ്പെടുന്ന ബാബു ബജരംഗി ഹിന്ദുത്വ സംഘടനയായ ബജറംഗ് ദളിൻ്റെ ഗുജറാത്തിലെ ഏറ്റവും ശക്തനായ നേതാവാണ്. സംഘടനയ്ക്ക് വേണ്ടി അകമഴിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെയാണ് ബാബു ബജരംഗി എന്ന പേര് ലഭിച്ചതും. അന്നത്തെ കാലസമയത്ത് ബജറംഗ് ദൾ സേനയുടെ നേതൃത്വം നൽകിയിരുന്നതും ബാബു പട്ടേലായിരുന്നു. ഫെബ്രുവരി 27 നടന്ന ഗോദ്ര സംഭവത്തെ തുടർന്ന് ഫെബ്രുവരി 28 സംസ്ഥാനത്ത് ബന്ദ് നടത്താൻ വിശ്വ ഹിന്ദു പരിഷത്ത് ആഹ്വാനം ചെയ്തു. അതിരാവിലെ BJPയുടെയും ബജറംഗ് ദളിൻ്റെയും നേതൃത്വത്തിൽ ഏതാണ്ട് 5000-ഓളം വരുന്ന ആളുകളാണ് സംഘടനത്തിന് തുടക്കം കുറിച്ചതും. 2007 തെഹൽക്ക നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ നരോദ പാടിയ കൂട്ടക്കൊലയിൽ ബാബു പട്ടേൽ തൻ്റെ പങ്ക് വെളിപ്പെടുത്തുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. അങ്ങനെയാണ് കോടതി ബാബുവിന് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കുന്നതും. അതിനുശേഷം നിരവധി തവണ ജാമ്യം ലഭിച്ചു. 2019 കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടതിനാൽ തന്നെ സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യവും അനുവദിച്ചു. ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജരംഗിയുടെ ഷെയ്ഡുള്ള വില്ലൻ തന്നെയാണ് അഭിമന്യു സിംഗിൻ്റെ ബാബ ബജരംഗി. തൻ്റെ അപാരമായ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് അഭിമന്യു സിംഗ് ബാബ ബജരംഗിയെ മികവുറ്റതാക്കുകയും ചെയ്തു ഈ സിനിമയിൽ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തന്നെ ഈ സിനിമ വൻ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 48 മണിക്കൂറിനുള്ളിൽ 100 കോടിയിലധികം കളക്ഷൻ നേടി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 200 കോടിയോളം എത്തിയെന്നും പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കലാപം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടക്കൊല എന്ന് പറയുന്നത് തീർത്തും ദുഃഖകരമായ ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തുള്ള ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഒരു ജീവൻ പോലും നഷ്ടപ്പെടരുത്. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും. അവസാനം ഇവരെല്ലാവരും, കാര്യം ഓരോരുത്തർക്കും അവരവരുടെ മതത്തിലും ജാതിയിലും എല്ലാം വിശ്വസിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള രാജ്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കെ തന്നെയാണ് മറ്റൊരു കാര്യം, ആരുടെ ഒന്നിൻ്റെ പേരിലും തമ്മിൽ പരസ്പരം അടിച്ച് ഇതുപോലുള്ള കലാപങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഓരോ ജീവനും നമ്മുടെ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന നമ്മുടെ രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഓരോ ജീവനും അത്രയ്ക്കും വിലയേറിയതാണ്. കാര്യം നമ്മളിലുള്ള ഒരാൾ, നമ്മുടെ കുടുംബത്തിലുള്ളതോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടതോ ആയിട്ടുള്ള ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഈ കലാപം മൂലവും അല്ലെങ്കിൽ ഈ ട്രെയിൻ ദുരന്തം മൂലവും മരിച്ചവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്കുണ്ടായ ദുഃഖങ്ങൾ എന്താണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും. അവർക്കുണ്ടായ നഷ്ടങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങൾ ആണ് മരിച്ചത്, എത്രയോ വലിയ വലിയ ആൾക്കാരുടെ സ്വപ്നങ്ങളാണ് നശിച്ചു പോയത്. അപ്പോൾ ഒരു കലാപവും അല്ലെങ്കിൽ ഒന്നിനും ഒരു പരിഹാരമല്ല. ഒരിക്കലും ഇനി ഒരിക്കലും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവരുതേ എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ഇങ്ങനെ ഒന്നും ഉണ്ടാവാൻ ഒന്നായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം വിഷമം വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയെന്ന്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെയെല്ലാം വക്രീകരിച്ചുകൊണ്ട് ഒരു ഒരു പണത്തിൻ്റെ ലാഭത്തിന് വേണ്ടി സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇറക്കുന്നതും തന്നെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഈ നെഗറ്റീവ് കാര്യങ്ങളിൽ കൂടെയും പോസിറ്റീവ് കാര്യങ്ങളിൽ കൂടെയും കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെയധികമാണ്. അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യമാണ്, ഈ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ എന്തുമാത്രം ആളുകളാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട് തള്ളുകൂടി സിനിമയ്ക്ക് ജോലിക്ക് പോലും പോകാതെ കാണുന്ന എത്രയോ പേരുണ്ട്. കാര്യം സിനിമയൊക്കെ തന്നെയാണ്, അത് ഒരുപാട് പേർക്ക് വരുമാനം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്, ഒരുപാട് പേരുടെ തൊഴിലാണ്, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ ജനങ്ങൾ ഇത്രയ്ക്കും പരിഭ്രാന്തി പിടിച്ച്, അല്ലെങ്കിൽ ജനങ്ങൾ ഇത്രയ്ക്കും ഒരു എന്താ പറയുന്നത്, പറയാൻ വാക്കുകളില്ല. കാര്യം ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയം ആൾക്കാർ ഇത്രയ്ക്കും ഭ്രാന്തമായിട്ട് ആൾക്കാർ ചിന്തിച്ചു കൊണ്ടാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കാര്യം ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന, അല്ലെങ്കിൽ ഇത്രയ്ക്കും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കളയുന്ന ഈ നിമിഷവും, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കളയുന്ന ഒരു ടൈമും ഈ നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രം സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട്, എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് ഇടപെടാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആൾക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ ഇങ്ങനെ ഈ പറയുന്ന സിനിമാക്കാർ അവർ കാശുണ്ടാക്കി കോടികളുണ്ടാക്കി അവർ പോകും. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി കിടന്ന് ഓടി സമയം കളയുന്നവർക്ക് കിട്ടുന്നതോ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ എല്ലാം വേണം, സിനിമ കാണണം, എൻ്റർടൈൻമെൻറ്റ് വേണം, എല്ലാം വേണം. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇപ്പോൾ എന്തെല്ലാം അരാജകത്വങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് തൊഴിലില്ലായ്മ, വില വർധനവ്, കൊലപാതകം, കത്തിക്കുത്ത്, ബലാത്സംഗം, അതുപോലെ തന്നെ വയലൻസിൽ ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് ഭയങ്കര മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം 2ാം സ്ഥാനം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ഒരുപാട് അരാജകത്വം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പഠിക്കാൻ ശേഷിയില്ലാത്ത കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാം, അതുപോലെ തന്നെ പഠിച്ച പിള്ളേർക്ക് വിദ്യാഭ്യാസമുള്ള പിള്ളേർക്ക് ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം, പാവപ്പെട്ടവരെ സഹായിക്കാം, അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട്, അരാജകത്വത്തിനും മറ്റുള്ള കാര്യങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുകയും, അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്കെല്ലാം സമയം കണ്ടെത്താതെ തീർച്ചയായിട്ടും എല്ലാം വേണം, സിനിമ വേണം, എല്ലാം വേണം തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് യുവാക്കൾ സമയം കണ്ടെത്തണം തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളെന്ന് പറയുന്നത് കൂടുതലും വയലൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറങ്ങുന്ന കുറേ സിനിമകളാണ്. കാര്യം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന കാര്യമാണ്, എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പം കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത് വയലൻസ്, ആടി പിടി, വെട്ട് കുത്ത്, ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നത്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് സിനിമകൾ പുറത്തിറങ്ങുന്നത്. ഇതൊരു നല്ല ഒരു കാര്യമാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, ഒരിക്കലും. കാര്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ സിനിമകളിൽ കാണിക്കുന്ന ഓരോ സന്ദേശങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും മിസ്ലീഡ് ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഇങ്ങനെ ചരിത്രത്തെ വളച്ചൊടിച്ചു കൊണ്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാതിരിക്കട്ടെ, അല്ലെങ്കിൽ നല്ല മെസ്സേജുകൾ മാത്രം ജനങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളട്ടെ എന്ന് വേണമെങ്കിലും നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, കൂടുതൽ ഭ്രാന്തമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് സിനിമയുടെ പുറകെയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുടെ പുറകെയും പോകാതെ സിനിമ വേണം, സിനിമ കാണണം, എൻ്റർടൈൻമെൻറ്റ് വേണം, എല്ലാം വേണം. പക്ഷേ അതേ സമയം സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്ത് നല്ല കാര്യങ്ങൾ കൂടി ചെയ്യാമെന്ന് കൂടി ഇപ്പോഴത്തെ ജനങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.